വെൽക്കം ടു പിപ്സ് പോക്കറ്റ്. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ജേണൽ വീഡിയോ ആണ് കേട്ടോ ഇത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു മെമ്മറി ജേണലാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു മന്ത്ലി ജേണൽ എന്നൊക്കെ വേണമെങ്കിലും പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ജേണൽ ചെയ്യുന്നത്. മീൻസ് അല്ലാത്ത ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അല്ലെങ്കിൽ ഡെയിലി ജേണൽസൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു മെമ്മറി ജേണൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. സത്യം പറഞ്ഞാൽ 2025 ഞാനൊരു വിഷൻ ബോർഡും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ 2025 വർക്കാവാത്ത ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ വിഷൻ ബോർഡിൽ ഇല്ലാത്തതും എങ്കിൽ എന്താ പറയുക, ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നടന്നതിൻ്റെ പേരിൽ എങ്കിൽ അതെനിക്കൊന്ന് മെമ്മറി ആക്കണം എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ജേണൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വേറൊരു കാരണം കൂടി ഉണ്ട്. ഇതിപ്പോൾ ഒക്ടോബർ മാസമല്ലേ, എനിക്കുണ്ടായ ആ ഒരു സർപ്രൈസ് മൊമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടും സെപ്റ്റംബറിലായിരുന്നു. സോ ഒരുപാട് ലേറ്റാക്കാതെ ഇത് തന്നെ ആവാം നെക്സ്റ്റ് വീഡിയോ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണമെന്ന് തോന്നിയ കുറച്ച് ഫോട്ടോസ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രിൻ്റ് എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഞാൻ സ്റ്റിക്കർ ഷീറ്റിലാണ് പ്രിൻ്റ് എടുത്തത്. അതാകുമ്പോൾ നമുക്ക് ഒട്ടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. വലിയ പ്രൈസ് റേഞ്ച് വ്യത്യാസം എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് 30 റുപ്പീസ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഒരു സെപ്റ്റംബർ മന്ത് മെമ്മറി ജേണൽ. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ കാണുന്ന ആൽഫബറ്റ് സ്റ്റിക്കേഴ്സ് ഞാൻ ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് വലിയൊരു അബദ്ധം ഇതിൻ്റെ ഇടയിൽ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഗോ ത്രൂ ചെയ്യുമ്പോൾ പറയാം. ഞാൻ ഫസ്റ്റ് ഇതുപോലെ ഒരു റെട്രോ സ്റ്റൈലിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രൗൺ ഷീറ്റ് എടുത്തിട്ട് സെപ്റ്റംബർ മന്ത് എന്ന് എഴുതി കൊടുത്തു. പക്ഷെ ഞാൻ ഒട്ടിച്ച കളർ അതിൽ തീരെ കാണാനില്ലാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഒട്ടിച്ചത് ഞാൻ വീണ്ടും രണ്ടാമത് ഇളക്കി ബുക്കിലേക്ക് ഡയറക്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ കുറച്ചധികം ഭംഗിയുണ്ടായിരുന്നു. ഞാൻ 3 ലെറ്റേഴ്സ് ഡിഫറെൻറ്റ് കളർ വെച്ചിട്ടായിരുന്നു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത്യാവശ്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഇവിടെയും വേറൊരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ചാൽ ആ ബെർ എഴുതാൻ എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടാമത് ഒട്ടിച്ചെടുത്തുനിന്ന് ഞാൻ വീണ്ടും ഇളക്കി നീക്കി ഒട്ടിക്കേണ്ടി വന്നു. അപ്പോൾ ബേസ് കുറച്ചൊന്ന് പന്നലായി പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന മെമ്മറി ജേണലല്ലേ, മിസ്റ്റേക്സിൽ നിന്നല്ലേ നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് ഞാൻ സാരമില്ല എന്ന് വിചാരിച്ച് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ പ്രിൻ്റ് എടുക്കാൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള ഫിലിം സ്ട്രിപ്സിൻ്റെ അകത്ത് നമ്മുടെ ഫോട്ടോയും കൂടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അത് എളുപ്പമായിരിക്കും. പക്ഷേ ഭയങ്കരമായിട്ട് ബിസി ആയിട്ട് നിന്നൊരു സമയത്തായിരുന്നു ഞാൻ പ്രിൻ്റ് എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ സമയത്ത് ഇങ്ങനെ ഫോട്ടോ ആ സൈസിൽ കട്ട് ചെയ്ത് അതിൽ കൊടുക്കേണ്ടി വന്നത്. അത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോട്ടോ ചെയ്യാൻ പ്രിൻ്റ് എടുക്കാൻ കൊടുക്കുന്ന സമയത്ത് അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ആ ഒരു സമയം എനിക്ക് പെട്ടെന്ന് അങ്ങനെ എഡിറ്റ് ചെയ്ത് നിൽക്കാനുള്ളൊരു ടൈം ഗ്യാപ്പ് കിട്ടാത്തത് കൊണ്ടാട്ടോ ഈ ഒരു ഏരിയയിൽ എനിക്ക് കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നത്. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണെങ്കിൽ, ഇങ്ങനെ കഷ്ടപ്പാടുള്ളതാണെങ്കിലും നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ നമുക്കിതിൻ്റെ റിസൾട്ടിൽ ഒരു സന്തോഷമൊക്കെ കിട്ടും. ഒരു എക്സ്ട്രാ ഫിറ്റായിട്ടാട്ടോ ഞാനിതിൽ ഡോളീസ് ആഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇതിൽ ഡോളീസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ കാണുന്ന മെമോ പാഡ്
ഇത് ഞാൻ ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഒരുപാട് പ്രിൻറ്റ്സ് ഇതിലുണ്ട്, പക്ഷേ നമ്മുടെ ഈ ഒരു തീമിന് ചേരുന്നതൊന്നും അതിലില്ലാത്തത് കൊണ്ട് ഞാനത് വേണ്ടാന്ന് മാറ്റി വെച്ചു. സോ എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു ഡോളീസ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചെയ്തു. ഇപ്പോഴും എനിക്കത് വേണ്ടായിരുന്നെന്ന് തോന്നി, ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴും എനിക്കത് വേണ്ടായിരുന്നെന്ന് തോന്നി. പക്ഷേ ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒട്ടിച്ചൊരു സാധനം 3-4 തവണ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇനി ഇത് കുളവാക്കണ്ട, ഉള്ളത് വെച്ചിട്ട് എന്താ ചെയ്യാം, നമ്മളിനി ഇത് വേറെ ആരെയും കാണിക്കാനൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ L3യുടെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ മന്തിലായിരുന്നു. ഞാൻ സെപ്റ്റംബർ മാസം നടന്ന കുറച്ച് ഫാമിലി അല്ലെങ്കിൽ കരിയർ അല്ലെങ്കിൽ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഹിപ്നോതെറാപ്പി ആണ് ഞാൻ പഠിക്കുന്ന കോഴ്സ്. സോ അത് ഞാൻ എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആൽഫബറ്റിക് ബോക്സ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്റ്റാമ്പാണിത്. എനിക്കതിൻ്റെ ഇങ്ക് എടുക്കാൻ നല്ല രീതിയിൽ മടിയുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ആദ്യം ആ ഒരു സ്കെച്ച് വെച്ചിട്ട് ചെയ്യാൻ നോക്കിയത്. പക്ഷേ അത് നടന്നില്ല. സോ ലാസ്റ്റ് അതിൻ്റെ ആ ഒരു ഇങ്ക് തന്നെ നമുക്ക് എടുക്കേണ്ടി വന്നു. ഇത് ചെയ്യാൻ ഈസിയാണ്, വലിയ പണിയൊന്നും ഇല്ല. എങ്കിലും നമ്മുടെ കയ്യിലും അവിടെ ഇവിടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മടിയുണ്ട് ലാസ്റ്റ് വൃത്തിയാക്കുന്ന കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എളുപ്പപ്പണി നോക്കിയത്. പക്ഷേ അതെനിക്ക് ചെയ്യാനും പറ്റിയില്ല. സോ കുറച്ച് ഞാനിങ്ങനെ എന്താ പറയുക, മെനക്കെട്ട് തന്നെ ഹിപ്നോതെറാപ്പി എന്നവിടെ കഷ്ടപ്പെട്ട് ഞാൻ എഴുതിയിട്ട് ലാസ്റ്റ് അത് സ്ക്രാച്ച് പരുവത്തിലാക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിനാണ് കേട്ടോ എനിക്ക് പണി കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ 2 റോൾ, അതായത് നമ്മുടെ സ്റ്റഡി മൂഡ് കോഡ്സും പിന്നെ ടൈം മെമ്മറി കോഡ്സ് എന്ന് പറയുന്ന 2 തീമിൽ വരുന്ന ഒരു വാഷി ടേപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ കോഡ്സാണ് ഇതിൽ വരുന്നത്. നമുക്ക് ജേർണൽ ചെയ്യാനും ഇതുപോലെ മെമ്മറി ജേർണലൊക്കെ ചെയ്യാനും എളുപ്പമായിരിക്കും. ഇതിലെന്താ പറ്റിപ്പോയതെന്ന് വെച്ചാൽ ഓരോ സ്റ്റിക്കേഴ്സിനും അതിൻ്റെ ഒരു കട്ടൗട്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. 2 എണ്ണം വാങ്ങിച്ചു. ഇപ്പം എനിക്ക് 2ഉം വേണ്ടിയിരുന്നു തോന്നില്ല. കാരണം ഇതിൽ 2ലും ഈ ഒരു കട്ടൗട്ട്സ് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന ജനുവരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലത്തത് കുറേ വേസ്റ്റാവും, താഴത്തതും വേസ്റ്റാവും. നമുക്കൊരു റോളിൽ ഇങ്ങനെ കട്ടൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇടയിൽ നിന്ന് അത് മാത്രം നമുക്ക് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ കട്ടൗട്ട് ഓപ്ഷൻ കൊടുക്കാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഇടയ്ക്കത്തെ ഒരു കോട്ടാണ് എടുക്കേണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ടുള്ളതും താഴോട്ടുള്ളതും ഒക്കെ ആ റോളിൽ നമുക്ക് പ്രോപ്പറായിട്ടത് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പിലല്ല. വലിയൊരു നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ കട്ടൗട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ഗുഡും, അല്ലാത്ത പക്ഷേ ഇത് ബാഡും ആണ് കേട്ടോ. സോ ആ ഒരു വിഷമം എനിക്ക് വന്നു. കാരണം ഞാൻ 2 എണ്ണം വാങ്ങിച്ചു, 2ഉം എനിക്കിപ്പം ഒരു പണിയായിട്ടിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് കവായി സ്റ്റിക്കേഴ്സാണ് ആഡ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. ഇതിലാവുമ്പം വളരെ സ്മോൾ അടിപൊളി സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടും. വാഷി ടേപ്സ് യൂസ് ചെയ്യാനാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഫോട്ടോസും ഉണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ എഴുതാനും ഉണ്ട്. കാരണം എനിക്ക് ഫ്യൂച്ചറിൽ എടുത്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ എനിക്ക് എഴുതാനും സ്ഥലം വേണം. സോ ഞാൻ കവായി സ്റ്റിക്കേഴ്സാണ് കുറേ അധികം ഇതിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആകെ കഷ്ടപ്പെട്ടു പോയത് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിലാണ്. കാരണം എൻ്റെത് ഭയങ്കര വലുതാണ്, ഇതിൽ നല്ല ചെറുതായിട്ടും എഴുതണം. പിന്നീട് എനിക്ക് ഫ്യൂച്ചറിൽ എടുത്ത് നോക്കുമ്പോൾ എന്നോട് തന്നെ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ പെട്ടെന്നൊരു സ്മോൾ പേപ്പർ എടുത്തിട്ട് എനിക്ക് ചോദിക്കേണ്ട ക്വസ്റ്റ്യനും അതിലെഴുതി പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ട് എൻവലപ്പ് ഉണ്ടാക്കിയിട്ട് ആ താഴെ കാണുന്ന ആ ഒരു സ്പേസ് ഞാൻ ഫില്ല് ചെയ്യാണ് കേട്ടോ ചെയ്തത്.
സത്യം പറഞ്ഞാൽ ഇത് മെമ്മറി ജേണലാണ്. സാധാരണ നമ്മൾ ഈ മിസ്റ്ററി അല്ലെങ്കിൽ എന്താ പറയുക, ടൈം ക്യാപ്സ്യൂളിലൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറ്. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് തന്നെ ആയതുകൊണ്ടും എനിക്കങ്ങനെ ഒരു തോട്ട് വന്നതുകൊണ്ടും ഞാനങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. എക്സാക്റ്റ് ഒരു ഫോർമാറ്റൊന്നും ഞാനിവിടെ ഫോളോ ചെയ്യുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നല്ലാതെ ഇങ്ങനെയാണ് മെമ്മറി ജേണൽ ചെയ്യുന്നത്, അങ്ങനെ ഒരു എക്സാക്റ്റ് ഫോർമാറ്റൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒട്ടിച്ചിട്ടുള്ള ഫോട്ടോസിലും ഈ എൻവലപ്പിനും ചുറ്റിനുമൊക്കെ ഞാനൊരു ഔട്ട്ലൈൻ കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാവും കാണാൻ. ലാസ്റ്റ് ആ ഡോളീസിൻ്റെ അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോൾ ഞാൻ ഇന്നത്തെ ഡേറ്റും ചുമ്മാ എൻ്റെ ഒരു ലൈബ്രറി സൈനൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്തു. വെറുതെ അത് അങ്ങനെ എന്ത് ചെയ്യണമെന്നും എനിക്ക് തോന്നുന്നില്ല, ഒരു ഐഡിയ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ചുമ്മാ ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തു വെച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്മറി ജേണലിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. സോ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത്. അതും എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു മെമ്മറി ജേണൽ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണോ ഇത് ചെയ്യുന്നതെന്നോ ഇതിൻ്റെ ഫോർമാറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ എനിക്ക് അപ്പോൾ തോന്നിയ തോട്ട്സിലും കാര്യങ്ങളും ഞാൻ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് എനിക്കിതിനെ പറ്റിയിട്ടൊന്നും പറയാനില്ല. സോ നിങ്ങൾക്കും എൻ്റെ മെമ്മറി ജേണൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുക, കൂടെ കൂടുക. നിങ്ങളുടെ സപ്പോർട്ടും ആവശ്യമുണ്ട്. സോ ഈ ഒരു 2025 കഴിയുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ഒരു ലെവൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ hope you all are supporting me and subscribe my channel. So see you on the next video. Thank you.